BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി അല്പസമയത്തിനകം. ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട 15 പ്രതികളും കുറ്റക്കാരാണെന്ന് ഈ മാസം 20-ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ചിരുന്നു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തി. കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. രഞ്ജിത്ത് ശ്രീനിവാസ് കേസിലെ വിചാരണ നേരിട്ട 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് 1 മുതൽ 8 വരെ ഉള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവരും 9 മുതൽ 12 വരെയുള്ള പ്രതികൾ 1 മുതൽ 8 വരെയുള്ള പ്രതികളോടൊപ്പം സംഭവ സ്ഥലത്തെത്തി കൃത്യത്തിന് സഹായിച്ചവരും 13 മുതൽ 15 വരെയുള്ള പ്രതികൾ ഈ കൃത്യത്തിനുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തവർ എന്നുള്ള തരത്തിൽ 15 പ്രതികൾക്കെതിരെയും ആരോപിതമായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും സംശയലേശമന്യേ തെളിഞ്ഞിട്ടുള്ളതായി കോടതി ഇതുവരെ കണ്ടെത്തി കഴിഞ്ഞു. കൊലപാതക കുറ്റത്തിന് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസമുണ്ട്. ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ കെ വിജയൻ, പ്രോസിക്യൂഷൻ വളരെ വിജയകരമായി പൂർത്തിയാക്കിയ വിചാരണയായിരുന്നു. അതിനെ തുടർന്നാണ് കോടതി 15 പ്രതികളും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 8 വരെയുള്ള പ്രതികൾ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണ്. അവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ് രഞ്ജിത്തിന്റെ കുടുംബവും പ്രതീക്ഷിക്കുന്നത്. പ്രോസിക്യൂഷന്റെ പ്രതീക്ഷയും അതുതന്നെയാണ്. ഒരുപക്ഷെ കോടതി പരമാവധി ശിക്ഷയിലേക്ക് തന്നെ പോയേക്കാം, അല്ലേ? തീർച്ചയായും അരുൺ, അതിവേഗം വിചാരണ പൂർത്തിയാക്കി ശിക്ഷാവിധി പ്രഖ്യാപിക്കാനൊരുങ്ങുകയാണ്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് അല്പസമയങ്ങൾക്കകം കേസിൽ വിധി പ്രഖ്യാപിക്കുക. വിധി കേൾക്കുന്നതിനായി രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങൾ, ഭാര്യ ലിഷ, അമ്മ വിനോദിനി, 2 മക്കൾ, ബന്ധുക്കൾ തുടങ്ങിയ ആളുകൾ ഇതിനോടകം തന്നെ കോടതിയിൽ വന്നിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം ജനുവരി 20-നായിരുന്നു കേസിലെ ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട 15 പേരും ശിക്ഷക്കാരാണെന്നുള്ള വിധി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി പ്രഖ്യാപിച്ചത്. ആ വിധി പ്രഖ്യാപനത്തിന് ശേഷം കൃത്യം 5 ദിവസത്തിനുള്ളിൽ പ്രതികളുടെയും അഭിഭാഷകരുടെയും ഒക്കെ വാദങ്ങൾ കേട്ട് പൂർത്തിയാക്കി അന്തിമ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിനായി കോടതി ഒരുങ്ങിയിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം വിധി പ്രഖ്യാപനം പൂർത്തിയാകും. കൊലപാതക കുറ്റം, ക്രിമിനൽ ഗൂഢാലോചന, വീട്ടിൽ അതിക്രമിച്ച് കയറൽ, ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ അടക്കം വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് 10ഓളം വകുപ്പുകൾ ചുമത്തിയാണ് കോടതി പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത് 1 മുതൽ 8 വരെയുള്ള പ്രതികളാണ്. ഇവർ നേരിട്ട് കൊലപാതകം വീടിനുള്ളിൽ കടന്നു കയറി രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആളുകളാണ്, കൊലപ്പെടുത്തിയ ആളുകളാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ബാക്കിയുള്ള പ്രതികൾ 9 മുതൽ 15 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് സഹായം ചെയ്തു കൊടുക്കുകയും വീടിന് പുറത്ത് അതിന് അവസരമൊരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തവരാണെന്നും കോടതി കണ്ടെത്തി. ഏതായാലും അത്തരത്തിലുള്ള കോടതിയുടെ കണ്ടെത്തലിന് ശേഷം അന്തിമ വിധി പ്രഖ്യാപനം കാത്തു നിൽക്കുകയാണ്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങളുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ ശ്രമിക്കുകയാണ്. ചേച്ചി, കാത്തിരുന്ന ദിവസമാണ് ഇന്ന്. അതെ അതെ 2 വർഷത്തോളം കേസിന്റെ പിറകെയായിരുന്നു കുടുംബം. എന്ത് തോന്നുന്നു? നീതിപീഠത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയാണ്. പരമാവധി പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. കിട്ടണമെന്നാണ് ആഗ്രഹം. എന്താണ് കോടതി കാണുന്നത് എങ്ങനെയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ അറിയാം. നമുക്ക് എന്താണ് പറയാനുള്ളത്? ഏറ്റവും മാക്സിമം ശിക്ഷ കിട്ടണം. എന്റെ മണി കുടുംബാംഗങ്ങളുടെ പ്രതികരണമാണ് കേട്ടത്. ഏറ്റവും വലിയ ശിക്ഷ, പരമാവധി ശിക്ഷ, വധശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കണമെന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭാര്യ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷയും അമ്മ വിനോദിനിയും അത്തരത്തിലാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഈ കേസിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ രഞ്ജിത്ത് ത്രിപാഠിക്കൽ കൂടി മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന്റെ Already the accused persons are found guilty by the Honorable Court. So we find the maximum punishment to be awarded to these accused persons. Okay, this is rarest of the rarest cases. That's the argument. That's the argument of the prosecution. And all the 15 have been convicted on the different. All the 15 accused persons are found guilty under section 302 IPC, read with other sections of the IPC, and also 27 AMS Act also. Okay. So they're expecting Maximum punishment. Maximum punishment. So yes, that is the. അരുൺ, പ്രോസിക്യൂട്ടറുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. പരമാവധി ശിക്ഷ തന്നെയാണ് പ്രതികൾക്ക് കിട്ടണമെന്ന് പ്രോസിക്യൂഷൻ ആഗ്രഹിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കോടതിയിൽ സ്ഥാപിക്കാൻ ഈ കേസിന് സാധിച്ചു പ്രോസിക്യൂഷന്. പ്രതാപ് ജി പടിക്കൽ ഇന്ന് രാവിലെ നമ്മളോട് പ്രതികരിച്ചതാണ്. പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേസിൽ എപ്പോഴേക്കായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക? ഒരു നഗരത്തിൽ അടുത്തടുത്തുണ്ടായ 2 രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആലപ്പുഴയിൽ ഷാൻ കൊലപാതകം ഉണ്ടാവുന്നു, SDPI നേതാവ് കൊല്ലപ്പെടുന്നു. തൊട്ടു പിന്നാലെ പുലർച്ചെ 6:30 വീട്ടുകാരുടെ മുന്നിൽ വെച്ച് SDPI പ്രവർത്തകരാൽ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെടുന്നു. 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നു. തെളിവുകൾ സമർത്ഥമായ അന്വേഷണ ഏജൻസി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുന്നു. വിചാരണയെല്ലാം വളരെ വിജയകരമായി തന്നെ പ്രോസിക്യൂഷൻ അതിവേഗം പൂർത്തിയാക്കിയ ഒരു കേസാണ്. അപ്പോൾ എപ്പോഴേക്കായിരിക്കും ഈ വിധി പ്രസ്താവം ഉണ്ടാവുക?
അരുൺ, 11 മണിക്ക് കോടതി ചേരുമ്പോൾ ആദ്യ കേസായി ഈ കേസ് പരിഗണിക്കുമെന്നുള്ളത് തന്നെയാണ് കോടതിയിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ കേസിന്റെ വിചാരണ സംബന്ധിച്ച് എടുത്തു പറയേണ്ടതാണ്. ഏറെ അനിശ്ചിതത്വങ്ങൾക്കും നാടകീയതകൾക്കും ഒടുവിലാണ് കേസിന്റെ വിചാരണ പൂർത്തിയായത്. 2021 ഡിസംബർ 19 രഞ്ജിത്ത് ശ്രീനിവാസൻ ആലപ്പുഴയിലെ വെള്ളക്കിണറിലെ വീട്ടിൽ വെച്ച് SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പ്രതികളാൽ വധിക്കപ്പെടുന്നത്. ഇതിനുശേഷം ഒരു മാസത്തിനകം തന്നെ മുഴുവൻ പ്രതികളെയും, ആകെ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 35 പ്രതികളാണ്. ഈ 35 പ്രതികളിൽ ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിച്ചത് 90 ദിവസത്തിനുള്ളിലാണ്. ഈ 90 ദിവസത്തിനുള്ളിൽ ഒരു മാസത്തിനകം 15 പേരെയും, കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരെയും ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയവരെയും പ്രതികൾക്ക് നേരിട്ട് സഹായം ചെയ്തവരും അടക്കമുള്ള 15 പ്രതികളെയാണ് കോടതി അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ അവരെ സംബന്ധിച്ചുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. ഏകദേശം 156 സാക്ഷികളെ 49 ദിവസമെടുത്താണ് ഈ കേസിൽ വിചാരണ നടത്തിയത്, സാക്ഷി വിസ്താരം നടത്തിയത്. 6000-ഓളം മൊഴികളാണ് സാക്ഷി വിസ്താര മൊഴികളായി കോടതി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 100-ലേറെ തൊണ്ടിമുതലുകൾ, 1000-ലേറെ രേഖകൾ എന്നിവ തെളിവായി കോടതി സ്വീകരിച്ചു. കോടതിയിൽ പ്രോസിക്യൂഷൻ ഇതടക്കമുള്ള വാദങ്ങൾ ഉയർത്തിയാണ് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള വാദം നടത്തിയത്. ഈ കേസിൽ 2022 ജനുവരിയിലാണ് വിചാരണ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പ്രതികൾ ഈ വിചാരണ കോടതി ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതികളെ സമീപിക്കുകയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ പോവുകയും ചെയ്തു. തുടർന്ന് കോടതി ഇടപെടലുകൾ തുടർന്ന് വിചാരണ ഏറെ വൈകുകയും 2022 ജൂണിലാണ് വിചാരണ ആരംഭിക്കുകയും ചെയ്തത്. അതിനുശേഷം ഏകദേശം 9 മാസത്തോളം എടുത്താണ് വിചാരണ പൂർത്തിയാക്കി 2023 ഡിസംബർ 15 കേസിൽ അന്തിമ കുറ്റപത്രം വായിച്ചത്. 15 പ്രതികളും കുറ്റക്കാരാണെന്ന് 2024 ജനുവരി 20 കോടതി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രതികൾ ഇനി കോടതിയുടെ മുമ്പിൽ ആവശ്യപ്പെടുന്നത് അവരുടെ പ്രായം കണക്കിലെടുക്കണം, കുടുംബം, ഭാര്യ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സാധാരണ രീതിയിൽ ഇത്തരം കേസുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടുകഴിഞ്ഞാൽ പ്രതിഭാഗം സ്വീകരിക്കാൻ സാധ്യതയുള്ള ഡിഫൻസ് ആയിരിക്കും ഇന്നിപ്പോൾ കോടതിയിൽ സ്വീകരിക്കാൻ സാധ്യതയുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ ദിവസം തന്നെ കോടതിക്ക് മുമ്പാകെ പരമാവധി ശിക്ഷ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഡിഫൻസ് ആവശ്യപ്പെട്ടിരുന്നത്. 8 പ്രതികളും ആ വിഷയത്തിൽ ഈ കുടുംബ പശ്ചാത്തലം ഉയർത്തിക്കാട്ടിയാണ് ശിക്ഷാ ഇളവ് വേണം എന്നാവശ്യപ്പെട്ടത്, അല്ലേ ലെവിൻ? തീർച്ചയായും അരുൺ, അത്തരത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷനും ഡിഫൻസും ഒക്കെ. പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്ന് വാദിച്ചപ്പോൾ ഡിഫൻസ് മുന്നോട്ട് വെച്ച ഒരു ആവശ്യം പ്രതികളുടെ പ്രായവും കുടുംബവും കണക്കാക്കണമെന്നത് മാത്രമല്ല, ഈ കേസിലെ 10ാം പ്രതിയായിട്ടുള്ള നവാസ് എന്ന SDPI പ്രവർത്തകൻ ഹൃദ്രോഗബാധിതനായി ചികിത്സയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇയാൾ ചികിത്സയിലാണ്. ഇയാളുടെ അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ഡിഫൻസ് ഉന്നയിച്ചിരുന്നു. ഈ കോടതി നേരിട്ട് പ്രതികളുടെ വാദം കേട്ടപ്പോൾ, പ്രതികളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ 5ാം പ്രതി, കേസിലെ 5ാം പ്രതിയും 6ാം പ്രതിയും കോടതിക്ക് മുന്നിൽ ഒരു ആവശ്യം, അഭ്യർത്ഥന എന്നുള്ള കണക്കിൽ വെച്ചു. 5ാം പ്രതി തന്നെ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ കേസിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് തന്നെ കുടുംബത്തിൽ നിന്നും പുറത്താക്കി. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കോടതി ശിക്ഷ വിധിക്കുമ്പോൾ പരിഗണിക്കണമെന്നൊരു ആവശ്യം കോടതിയോട് കഴിഞ്ഞ ദിവസം 5ാം പ്രതി ഉന്നയിച്ചിരുന്നു. 6ാം പ്രതി ഈ കേസിൽ ആവശ്യപ്പെട്ടത് തന്നെ ശിക്ഷ വിധിക്കുമ്പോൾ തനിക്ക് തടവ് ശിക്ഷ വിയ്യൂർ ജയിലിലേക്ക് മാറ്റിത്തരണമെന്നുള്ളൊരു ആവശ്യവും പ്രതികളുടെ ആവശ്യവും കോടതി മുന്നാലെ അവർ വെച്ചു. ഏതായാലും ഈ മുഴുവൻ പ്രതികളുടെയും 15 പ്രതികളുടെയും അവരുടെ ആവശ്യങ്ങളടക്കം കേട്ടതിനു ശേഷമാണ് ഇന്ന് കേസിൽ ശിക്ഷ വിധി പ്രഖ്യാപിക്കുക. പ്രതികൾ ഭൂരിഭാഗം പേരും ആവശ്യപ്പെട്ടത് തങ്ങളുടെ പ്രായം 28 മുതൽ 50 വയസ്സ് വരെയാണ് കേസിൽ ഉൾപ്പെട്ട പ്രതികളുടെ പ്രായം. അതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ പ്രായം പരിഗണിക്കണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളൊക്കെ കോടതി വിശദമായി തന്നെ കേൾക്കുകയും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഭാഗം ത്തിന്റെ ആവശ്യങ്ങൾ നമ്മൾ നേരത്തെ കേട്ടുകഴിഞ്ഞിരുന്നു. 15 പ്രതികളും കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷന് സമർത്ഥമായി തന്നെ കേസ് അവതരിപ്പിക്കാൻ സാധിച്ചു. പരമാവധി ശിക്ഷ, കൊലപാതകത്തിന്റെ പരമാവധി ശിക്ഷ തന്നെ ലഭിക്കും എന്നു തന്നെയാണ് പ്രോസിക്യൂഷനും കുടുംബാംഗങ്ങളും കരുതുന്നത്. 11 മണിയോടുകൂടി കോടതിയിൽ നിന്ന് വിധി പ്രസ്താവം വരും. വളരെ വിവാദമായ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതികൾക്ക് ഏതു ശിക്ഷയാണ് ലഭിക്കുക? 8 വരെയുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ അല്പസമയം മുമ്പ് പറഞ്ഞത്.